IPLുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റും ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് മത്സരവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റുമാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ കൂടുതൽ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ടെസ്റ്റിന് 4ാം ദിനം പുരോഗമിക്കുമ്പോൾ ഇന്ത്യ ശ്രീലങ്കയോട് ഫോളോ ഓൺ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ആദ്യ ഇന്നിംഗ്സിൽ 290 റൺസിന് ശ്രീലങ്ക ഓൾ ഔട്ട് ആയപ്പോൾ 218 റൺസിന്റെ ഫോളോ ഓൺ ആണ് അവർക്ക് നേരിടേണ്ടതായി വന്നത്. 4ാം ദിനം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ മുൻനിര വിക്കറ്റുകൾ സ്വന്തമാക്കി ഒരു ഇന്നിംഗ്സ് ജയത്തിലേക്ക് നീങ്ങാൻ തന്നെയുള്ള ശ്രമത്തിലാണ് ടീം ഇന്ത്യ. ഇനി IPL 2027മായി ബന്ധപ്പെട്ട് നിർണായകമായ അപ്ഡേറ്റും എത്തിയിട്ടുണ്ട്. ഒരു ബ്ലോക്ക് ബസ്റ്റർ ട്രേഡ് വരുമോ എന്ന് തന്നെയാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത്. സഞ്ജു സാംസൺ മുംബൈ ഇന്ത്യൻസിലേക്കും ഹർദിക് പാണ്ഡ്യ ചെന്നൈ സൂപ്പർ കിങ്സിലേക്കും പോകുമെന്നുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. ക്രിക്ബസ് ഇന്ന് പുറത്തുവിട്ട ഒരു റിപ്പോർട്ടും ഇതിനെ വസ്തുതാപരമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2027 IPL ട്രേഡ് വിൻഡോയെക്കുറിച്ചുള്ള ചർച്ചകൾ ശക്തമായി നടക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്ന 2 പേരുകളാണ് സഞ്ജു സാംസണിന്റെയും ഹർദിക് പാണ്ഡ്യയുടെയും. ആദ്യം ഹർദിക് പാണ്ഡ്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 2026 IPL മുംബൈ ഇന്ത്യൻസ് 9ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. അതിന് പിന്നാലെ ഹർദിക് പാണ്ഡ്യയുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ചർച്ചകൾ വലിയ രീതിയിൽ തന്നെ നടന്നിരുന്നു. CSK, KKR ടീമുകൾ ഹർദിക്കിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. പ്രത്യേകിച്ച് CSKയുടെ പേര് ഇപ്പോൾ വളരെ ശക്തമായി തന്നെ ഉയരുകയാണ്. ഹർദിക് ഒരു ഇന്ത്യൻ ഓൾറൗണ്ടർ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഫ്രാഞ്ചൈസിക്ക് അദ്ദേഹത്തെ ലഭിക്കുന്ന വലിയൊരു അക്വിസിഷൻ തന്നെയായിരിക്കും. ഹർദിക് പാണ്ഡ്യ CSKയിലേക്ക് പോകുന്ന കാര്യം ഒഫീഷ്യലായി തന്നെ പുറത്തു വന്നിട്ടില്ല. ക്രിക്ബസ് റിപ്പോർട്ട് പ്രകാരം CSKയുടെ ഹർദിക് പാണ്ഡ്യ വിഷയത്തിലുള്ള താല്പര്യം ഇപ്പോഴും വളരെ ഏർലി സ്റ്റേജിൽ തന്നെയാണ്. പുതിയ ഹെഡ് കോച്ചിനെ തീരുമാനിച്ചതിന് ശേഷമായിരിക്കും CSK പ്ലെയർ ട്രേഡ് സംബന്ധിച്ച കൂടുതൽ റിപ്പോർട്ടുകൾ സീരിയസ് ആയി ചിന്തിക്കുക എന്നാണ് ഇന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം മലയാള താരം സഞ്ജു സാംസണിലേക്കും ഈ വാർത്തകൾ കൂടുതലായി തന്നെ എത്തുന്നുണ്ട്. സഞ്ജു സാംസണിനെ കുറിച്ചുള്ള CSK സ്റ്റോറി പക്ഷേ വെറും സോഷ്യൽ മീഡിയ റൂമർ മാത്രമല്ല. ക്രിക്ബസ് തന്നെ സഞ്ജുവിന്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് ചെറിയൊരു റൂമർ അപ്ഡേറ്റ് പുറത്തുവിട്ടിരുന്നു. ഒരു സീനിയർ CSK ഒഫീഷ്യൽ പറഞ്ഞതായി ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. തീർച്ചയായിട്ടും ഋതുരാജ് ഗെയ്ക്വാദിൽ നിന്നും ക്യാപ്റ്റൻസിയിൽ മാറ്റം ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. സഞ്ജു സാംസണെ ഫ്രാഞ്ചൈസി ചേഞ്ചിലൂടെ മുംബൈ ഇന്ത്യൻസിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങളും സജീവമായി നടക്കുന്നുണ്ട് എന്നും ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ട്രേഡ് വിൻഡോയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.